19-ാം നൂറ്റാണ്ടിൽ ന്യൂയോർക്ക് സിറ്റിയിൽ സോപ്പും തിരികളും വിൽപ്പന നടത്തി വന്നിരുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു വില്യം ഗോൾഗേറ്റ്. 1806 അദ്ദേഹം ഗോൾഗേറ്റ് കമ്പനി ആരംഭിച്ചു. ആ കമ്പനി അദ്ദേഹത്തിന് വലിയ ലാഭമൊന്നും കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ സാമുവൽ ഗോൾഗേറ്റ് കമ്പനി ഏറ്റെടുത്തു. അപ്പനെ പോലെ മകനും നല്ല ദൈവഭക്തനായിരുന്നു. സാമുവൽ ഗോൾഗേറ്റ് ആദ്യമായിട്ട് ചെയ്തത് നേരെ ചാപ്പലിലേക്ക് പോയിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഈ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതത്തിൻ്റെ 10% ദശാംശം ഞാൻ നിനക്ക് തരും. പിന്നീട് അദ്ദേഹം വിശുദ്ധ ബൈബിൾ തുറന്നിട്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 37-ാം തിരുവാക്യമെടുത്ത് പ്രാർത്ഥിച്ചു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഗോൾഗേറ്റ് കമ്പനി പല കൈകളിലൂടെ ഇന്നും ഈ നൂറ്റാണ്ടിലും ഏറ്റവും അധികം വിറ്റഴിക്കുന്ന ബ്രാൻഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. സാമുവൽ ഗോൾഗേറ്റ് മരിച്ചു. എന്നാൽ അദ്ദേഹം കർത്താവിനോട് ചെയ്ത ആ പ്രതിജ്ഞ, ആ ഉടമ്പടി ഇന്നും ആ കമ്പനി നിലനിർത്തുന്നു. ലാഭത്തിൻ്റെ 10% ദശാംശം കർത്താവിന് കൃത്യമായിട്ട് കൊടുക്കുന്നു. ഇന്ന് നമുക്കറിയാം, പലരുമായി സംസാരിക്കുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ അവരൊക്കെ വേദനയോടെ പറയുന്നു തകർച്ചയുടെയും ജോലിയില്ലാത്തതിൻ്റെയും വേദനകൾ. സാമുവൽ ഗോൾഗേറ്റ് പ്രാർത്ഥിച്ച ആ വചനഭാഗം റോമ 8:37 നമ്മെ സ്നേഹിച്ചൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു എന്ന ആ ജീവിക്കുന്ന തിരുവചനം ഇന്നും വിശുദ്ധ ബൈബിളിലുണ്ട്. ദശാംശത്തിൻ്റെ കാര്യം പരിശുദ്ധ കർത്താവ്, പരിശുദ്ധാത്മാവ് ഇന്നും സഭയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഫിലിപ്പിയർ 4:19 വാഗ്ദാനം തരുന്നു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പ്രിയപ്പെട്ടവരെ, എല്ലാ ജീവിത രീതിയും വിട്ടിട്ട് സക്കേവൂസ് യേശുവിൽ അഭയം പ്രാപിച്ചപ്പോൾ അവൻ ക്രിസ്തുവിൽ പുതിയൊരു സൃഷ്ടിയായി. അവൻ പിന്നീട് സ്വത്തിൻ്റെ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. വലിയൊരു മാനസാന്തരം. അവൻ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിൽ അഭയം പ്രാപിച്ചപ്പോൾ ഈശോ അവനും അവൻ്റെ ഭവനത്തിനും രക്ഷ സമ്മാനമായി കൊടുക്കുന്നുണ്ട്. സക്കേവൂസിനെ പോലെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാൻ നമുക്കും സാധിക്കണം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവന് ലഭിക്കുമെന്ന ഉറപ്പാണെന്നാണ് അപ്പോസ്തലൻ ഹെബ്രായക്കാർക്ക് എഴുതുന്നത്. അവനോടൊപ്പമായിരുന്നാൽ പ്രത്യാശിക്കുന്നത് എന്തും ലഭിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. ജോലിയാണോ നമുക്ക് വേണ്ടത്? വിശുദ്ധിയിൽ അവനോടൊപ്പമായിരിക്കണം. റോമ 8:37 എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണം. വിശുദ്ധ ബൈബിള് വായിക്കണം. കൃത്യമായിട്ട് 10% ദശാംശം നമ്മുടെ ലാഭത്തിൽ നിന്നും നമ്മുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും നമ്മൾ കൂട്ടിക്കാൻ തയ്യാറാവണം. എനിക്ക് ഇന്ന ജോലി കിട്ടിയാൽ, നാം ആഗ്രഹിക്കുന്ന ജോലി കിട്ടിയാൽ അതിൻ്റെ 10% ദശാംശം
ഞാൻ നിനക്ക് തരും എന്നൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ എത്ര വിശുദ്ധനായി ജീവിക്കുന്ന ആ ഒരു വലിയ യോഗ്യതകളാൽ ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടും. വിശുദ്ധ കുർബാനയോടും മറ്റ് കൂദാശകളോടുള്ള സ്നേഹം നാം നിത്യേന വളർത്തിക്കൊണ്ടുവരണം. ഇനി നീ ബിസിനസ് തുടങ്ങാൻ പോവുകയാണോ? അല്ല, നിന്റെ കച്ചവടം വലിയ നഷ്ടത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? നീ ഒരു സഖ്യവൂസായി മാറണം. കൃത്യമായിട്ട് ഈശോനെ ഏറ്റു പറയാനും ആ വിശുദ്ധിയിൽ ജീവിക്കുവാനും സ്വർഗത്തെ നോക്കി പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ബൈബിൾ എടുത്ത് വായിക്കുവാനും കൃത്യമായിട്ട് 10% ഈശോയ്ക്ക് കൊടുക്കുവാനും നാം തയ്യാറാവണം. വേറെ വളഞ്ഞ വഴി ഒന്നും നമ്മുടെ മുമ്പിലില്ല. സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിച്ചാൽ യാക്കോബ് 1:4 കാണുന്നു, എല്ലാം തികഞ്ഞവനും ഒന്നിനും കുറവില്ലാത്തവനാകുകയും ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നു. സമ്പന്നത ദൈവം തരുന്നതാണ്. അതൊരു കടമയായി സ്വീകരിച്ച് വരുമാനത്തിൽ നിന്ന് തിരിച്ചു കൊടുക്കണം. സാമുവൽ ഗോൾഗറ്റിനെയും മറ്റ് പലരെയും അനുഗ്രഹിച്ചതുപോലെ ദൈവം നമ്മയും അനുഗ്രഹിക്കും. സക്കേവ്സിനെ പോലെ ഒന്ന് മാറി ഈശോ കടന്നു വരുന്നൊരു സ്പേസായി നമ്മൾ മാറാൻ തയ്യാറാകണം. ജീവിതത്തിലെ മാറാലെയും കരടും മാറ്റിയാൽ സ്വർഗത്തിൽ നിന്നും സമ്പന്നത നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കും. വചനം ഉരുവിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തന്നതിൻ്റെ ദശാംശം കൃത്യമായി തിരികെ കൊടുക്കാം. എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ.